വിഷ്ണു മഞ്ജു നായകനായി എത്തുന്ന പാൻ-ഇന്ത്യൻ ചിത്രം കണ്ണപ്പ റിലീസിന് ഒരുങ്ങുകയാണ്. ചിത്രത്തിൻ്റെതായി ഇതുവരെ പുറത്തുവന്ന ടീസറിനും ട്രെയിലറിനുമൊക്കെ വൻ സ്വീകാര്യത ലഭിച്ചിരുന്നു. ഒരു ശിവഭക്തന്റെ കഥയാണ് ചിത്രം പറയുന്നത്. ബോളിവുഡ് അടക്കമുള്ള ഇൻഡസ്ട്രിയിലെ വൻ താരങ്ങൾ ചിത്രത്തിൽ അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട്. മോഹൻലാൽ, പ്രഭാസ്, അക്ഷയ് കുമാർ, കാജൽ അഗർവാൾ, പ്രീതി മുകുന്ദൻ തുടങ്ങി നിരവധി താരങ്ങളാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ശിവനും പാർവതിയുമായിട്ടാണ് ചിത്രത്തിൽ അക്ഷയ് കുമാറും കാജൽ അഗർവാളും എത്തുന്നത്. മലയാളത്തിൽ നിന്ന് മോഹൻലാൽ കൂടി ചിത്രത്തിലെത്തിയതോടെ കേരളത്തിലും കണ്ണപ്പ ശ്രദ്ധേയമായി. കൊച്ചിയിൽ വെച്ചാണ് ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് നടന്നത്. കണ്ണപ്പ ഒരു മികച്ച വിഷ്വൽ എക്സ്പീരിയൻസ് ആകുമെന്ന് ട്രെയിലർ ലോഞ്ചിൽ വെച്ച് മോഹൻലാൽ പറഞ്ഞിരുന്നു. വിശ്വാസം ശക്തിയാവുമ്പോൾ ഒരു യോദ്ധാവ് ജനിക്കുന്നു എന്ന ക്യാപ്ഷനോടെ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച വിവരവും മോഹൻലാൽ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിട്ടുണ്ട്. ജൂൺ 27-നാണ് ചിത്രം റിലീസാകുന്നത്. വൻ ബജറ്റിൽ ഒരുങ്ങിയ ഈ പാൻ-ഇന്ത്യൻ ചിത്രത്തിന്റെ ബജറ്റും താരങ്ങളുടെ പ്രതിഫലവും എത്രയാണെന്ന് അറിയാം. മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്യുന്ന കണ്ണപ്പ 100 കോടി ബജറ്റിലാണ് ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ട്. ന്യൂസിലാൻഡാണ് സിനിമയുടെ ഭൂരിഭാഗവും ചിത്രീകരിച്ചതെന്ന് മോഹൻലാൽ ട്രെയിലർ ലോഞ്ചിനിടെ അറിയിച്ചിരുന്നു. അതേസമയം ആന്ധ്രാപ്രദേശ് സർക്കാർ സിനിമയുടെ ടിക്കറ്റ് നിരക്കിൽ 50 രൂപ വർധനവ് ഏർപ്പെടുത്തിയതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. 24 ഫ്രെയിംസ് ഫാക്ടറി, AVA എന്റർടൈൻമെന്റ്സ് എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. അക്ഷയ് കുമാർ. ബോളിവുഡിൽ അടുത്തിടെ പുറത്തിറങ്ങുന്ന അക്ഷയ് കുമാർ ചിത്രങ്ങളെല്ലാം ബോക്സ് ഓഫീസിൽ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്. കണ്ണപ്പയിലൂടെ തെലുങ്കിലേക്കും ഒരു കൈ നോക്കുകയാണ് അക്ഷയ് കുമാർ ഇപ്പോൾ. ചിത്രത്തിൽ ശിവന്റെ വേഷത്തിലാണ് നടനെത്തുന്നത്. 6 കോടി രൂപയാണ് ചിത്രത്തിലെ കഥാപാത്രത്തിനായി അക്ഷയ് കുമാർ പ്രതിഫലമായി വാങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ. മോഹൻലാൽ. കിരാത എന്ന കഥാപാത്രമായാണ് കണ്ണപ്പയിൽ മോഹൻലാൽ എത്തുന്നത്. ചിത്രത്തിലെ മോഹൻലാലിന്റെ ലുക്കും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ചിത്രത്തിലെ നായകനായ വിഷ്ണു മഞ്ജുവിനോടും കുടുംബത്തോടുമുള്ള തന്റെ അടുപ്പത്തെക്കുറിച്ചും ട്രെയിലർ ലോഞ്ചിനിടെ മോഹൻലാൽ സംസാരിച്ചു. ചിത്രത്തിൽ അഭിനയിക്കുന്നതിനായി മോഹൻലാൽ 1 രൂപ പോലും പ്രതിഫലം വാങ്ങിയില്ല എന്നാണ് വിഷ്ണു മഞ്ജു തന്നെ പറഞ്ഞിരുന്നു. തന്റെ അച്ഛൻ മോഹൻ ബാബുവിനോടുള്ള സ്നേഹവും സൗഹൃദവും കൊണ്ടാണ് അദ്ദേഹം ആ കഥാപാത്രം ചെയ്തതെന്നും വിഷ്ണു പറഞ്ഞിരുന്നു. പ്രഭാസ്. രുദ്ര എന്ന പവർഫുൾ കഥാപാത്രത്തെയാണ് പ്രഭാസ് ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ പ്രഖ്യാപനം മുതൽ പ്രഭാസിന്റെ ലുക്കിനായുള്ള ആരാധകർ കാത്തിരുന്നതും മോഹൻലാലിനെ പോലെ തന്നെ ചിത്രത്തിൽ അഭിനയിക്കാൻ 1 രൂപ പോലും പ്രഭാസ് കൈപ്പറ്റിയിട്ടില്ല. വിഷ്ണു മഞ്ജുവും കാജൽ അഗർവാളും. തിന്നൻ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ വിഷ്ണു മഞ്ജു അവതരിപ്പിച്ചിരിക്കുന്നത്. ശിവഭക്തനായി മാറുന്ന തിന്നന്റെ കഥയാണ് ചിത്രം പറയുന്നതും. വിഷ്ണു മഞ്ജുവിന്റെ പിതാവ് മോഹൻ ബാബുവാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാൾ. മോഹൻ ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള 24 ഫ്രെയിംസ് ഫാക്ടറിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രത്തിൽ പാർവതിയുടെ വേഷത്തിലെത്തുന്നത് കാജൽ അഗർവാളാണ്. വിഷ്ണു, കാജൽ എന്നിവരുടെ അടക്കം മറ്റു താരങ്ങളുടെയൊന്നും പ്രതിഫല തുക ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല.